Hello, Assalamualaikum, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഞണ്ടിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല വെറൈറ്റി റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു ഫ്രൈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പേസ്റ്റിനേക്കാളും നല്ലത് ഇതുപോലെ ഇടുന്നതാണ് കേട്ടോ. പിന്നെ വേണ്ടത് 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതാണ്, സ്ലിറ്റ് ചെയ്ത പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെ എല്ലാം പച്ചമണം മാറി വരുമ്പം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പം 2 സവാള നേർങ്ങനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കിലോ ഞണ്ടാന്നിട്ട് എടുത്തത്. അപ്പോൾ ആ ഒരു കണക്കിനുള്ള ഇൻഗ്രീഡിയൻസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതുപോലെ കറക്റ്റായി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കറി കിട്ടും. അപ്പോൾ സവാള നല്ലോണം വഴണ്ട് ബ്രൗൺ കളറാകുന്നവരെ സോട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തതായി ചേർക്കേണ്ടത് 2 മീഡിയം സൈസ് തക്കാളിയാണ്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളി നല്ല ഉടഞ്ഞു വരുന്നവരെ നമുക്ക് ചെറിയ തീയിൽ വേവിക്കാം. ഇത് തക്കാളി നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികൾ ചേർക്കുമ്പം ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ എല്ലാം കൂടി കരിഞ്ഞു പോവും. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഈ ഒരു കറിക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നേരത്തെ കുറച്ച് വെള്ളത്തിൽ കുറച്ച് പുളിയെടുത്ത് കുതിരാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു പുളിവെള്ളം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞണ്ടെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മസാലയും ഞണ്ടും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 4 തണ്ട് കറിവേപ്പില ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ടാവും, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഞണ്ട് ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിന് പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിക്കുമ്പം ഞണ്ടിൻ്റെയും കറിവേപ്പിലിൻ്റെയും ആ പുളിൻ്റെയും ഒക്കെ ഫ്ലേവറൊക്കെ മിക്സായിട്ട് നല്ലൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പീസ് കാണാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിലെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ വരുന്നവരെ അസ്സലാമു അലൈക്കും.